മക്കളെടാ അന്തോണിയെ എന്തുണ്ടോ വിശേഷം? ഞാൻ ഇവിടെയുണ്ടപ്പാ. എന്താ പറ്റിയ? ഒരു വീട്ടിൽ കയറിയിരുന്ന് ഞാൻ സംസാരിച്ചപ്പോൾ ചുറ്റുപാടുള്ള 10 വീടുകളിൽ അപ്പനമ്മമാർ മാത്രമേ ഉള്ളൂ. മക്കളൊക്കെ വിദേശത്താണ്. പുറം രാജ്യത്ത് നിന്നാൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ധാരാളമുണ്ട്, സെക്യൂരിറ്റി ഉണ്ട്, നല്ല അന്തരീക്ഷമുണ്ട്, നല്ല വെള്ളമുണ്ട്, ഒക്കെ ശരിയാണ്. നമ്മുടെ നാട് എല്ലാ വീടുകളിലും പ്രായം ചെന്ന ആൾക്കാരെ കൊണ്ട് നിറഞ്ഞുകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് ജന്മം കൊടുത്ത് ആയുസ്സും ആരോഗ്യവും ചോരയും നീരും നിങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ച നിങ്ങളുടെ മാതാപിതാക്കൾ അവരുടെ അവസാന കാലഘട്ടത്തിൽ നിങ്ങളുടെ സാന്നിധ്യത്തിന് കൊതിക്കുമ്പോൾ പ്രിയമുള്ള യുവതി യുവാക്കളെ, നിങ്ങളുടെ പ്രാഥമിക പരിശീലനം വിദ്യാഭ്യാസം കഴിഞ്ഞ് നിങ്ങൾ ഉന്നത പരിശീലനം കഴിയുമ്പോഴേക്കും നിങ്ങളുടെ മനസ്സിൽ ഇന്ന് യുവതി യുവാക്കളുടെ മനസ്സിൽ വരുന്ന ഒരു ചിന്ത, എങ്ങനെയെങ്കിലും ഈ ഭാരതം വിട്ട് മറ്റ് രാജ്യങ്ങളിൽ പോയി കൂടുതൽ ശമ്പളം കിട്ടുന്ന ഒരു ജോലിയിൽ പ്രവേശിച്ച് അവിടെ ജീവിക്കാനുള്ള വ്യഗ്രത ഇന്ന് കൂടിക്കൊണ്ടിരിക്കുന്ന ഞാനല്ല, എല്ലാവരും പറയുന്നുണ്ട്. പണ്ട് കാലത്ത് നമ്മളൊക്കെ പോയിരുന്നു. പക്ഷേ ഇന്ന് SLC പഠിക്കുമ്പോൾ തന്നെ ഞാനിത് കഴിഞ്ഞ് ഉടനെ തന്നെ പോകുന്നത് അമേരിക്കയിലേക്കാണ്, UK അത് പോകുന്നത് കുഴപ്പമില്ല. പക്ഷെ ഓർക്കുക, ഇന്ന് നമ്മുടെ കേരളം ഒരു വീട്ടിൽ കയറിയിരുന്ന് ഞാൻ സംസാരിച്ചപ്പോൾ ചുറ്റുപാടുള്ള 10 വീടുകളിൽ അപ്പനമ്മമാർ മാത്രമേ ഉള്ളൂ. മക്കളൊക്കെ വിദേശത്താണ്. നിങ്ങൾ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ടോ, ഒരു അപ്പനമ്മയെ അവരുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുക പ്രായമാകുമ്പോൾ മക്കളെടാ അന്തോണിയെ എന്തുണ്ടോ വിശേഷം? ഞാൻ ഇവിടെയുണ്ടപ്പാ. എന്താ പറ്റിയ? അല്ല നിന്നെ കാണാണ്ടായപ്പോൾ ഞാൻ ഒന്ന് വിളിച്ചാണ്ടാ. കണ്ട, ഏറ്റവും കൂടുതൽ ആവശ്യം ഒന്ന് വിളിക്കാൻ. ഇപ്പോൾ ഫോണിൽ വിളിക്കണം, വീഡിയോ. ഞാൻ കുറ്റമായിട്ട് പറയണതല്ല, പക്ഷെ ഇതുപോലെ പോയാൽ നമ്മളെല്ലാവരും ഈ രാജ്യം വിട്ട് പോയാൽ, ഇവിടെ സംഭവം ശരിയാണ്, ഇവിടെ നിന്നിട്ട് ജീവിക്കാൻ മാർഗം കാണാണ്ടാവുമ്പോഴാണ് നമ്മൾ പോണത്. പക്ഷെ ഇതൊരു വലിയൊരു അപകടത്തിലേക്ക് നമ്മൾ ചെന്നെത്തുമോ എന്ന് മറ്റുള്ളവർ പറയുന്നത് ഞാൻ നിങ്ങളോട് പങ്കുവെക്കുകയാണ്. എന്നാൽ ചില വ്യക്തികൾ എനിക്കറിയാം, ഞങ്ങളോട് പോയാലോ എൻ്റെ അപ്പനമ്മനെ നോക്കാനായിട്ട് ഞാനിവിടെ വരും. എൻ്റെ അപ്പനമ്മയാണ് എന്നെ വളർത്തിക്കൊണ്ടുവന്നിട്ടുള്ളത്. സംഭവം എൻ്റെ കല്യാണം കഴിഞ്ഞ് എനിക്ക് ഭാര്യയായി മക്കളായി അല്ലെങ്കിൽ ഭർത്താവായി കുട്ടികളൊക്കെ ആണെങ്കിലും എൻ്റെ സുഖങ്ങളും സൗകര്യങ്ങളും നോക്കി ഞാൻ ജീവിച്ചാൽ ഞാൻ ദൈവത്തെയും എൻ്റെ മാതാപിതാക്കളെയും മറന്നവരായിത്തീരും. പക്ഷേ പ്രിയമുള്ളവരെ, സത്യമാണ്, പുറം രാജ്യത്ത് നിന്നാൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ധാരാളമുണ്ട്, സെക്യൂരിറ്റി ഉണ്ട്, നല്ല അന്തരീക്ഷമുണ്ട്, നല്ല വെള്ളമുണ്ട്, ഒക്കെ ശരിയാണ്. പക്ഷെ നമ്മുടെ മാതാപിതാക്കൾ പറയാം പൊക്കോട്ടച്ചാ, അവരിപ്പോൾ എന്ത് ചെയ്യുക, അവർക്ക് അവിടെ ജീവിക്കേണ്ടതല്ലേ എന്ന് പറഞ്ഞ് ഇങ്ങനെ മനസ്സിനെ അവർ പാകപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് പല മാതാപിതാക്കളും. അതുകൊണ്ട് പ്രിയ യുവതി യുവാക്കളെ, നിങ്ങളുടെ മാതാപിതാക്കളുണ്ടല്ലോ, അവർ ദൈവത്തിൻ്റെ തനി സ്വരൂപങ്ങളാണ്, കാണപ്പെടുന്ന ദൈവങ്ങളാണവർ. അവരുടെ പ്രായത്തിൻ്റെ അവസാനത്തിൽ നിങ്ങളുടെ സാന്നിധ്യമാണ് അവർ ആഗ്രഹിക്കുക, മാനുഷികമായിട്ടുള്ള സാന്നിധ്യം. അതുകൊണ്ട് നിങ്ങൾ എവിടെ പോകുമ്പോഴും നിങ്ങളുടെ മാതാപിതാക്കളെ ഫോണിൽ കൂടെ മാത്രമല്ല, പണം ചെലവഴിച്ചാലും ഓടി വരുന്ന ധാരാളം മനുഷ്യരെ ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഈ കേരളത്തിൽ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥകളുണ്ട്, എന്താ ചെയ്യുക? പക്ഷേ ഇത് നിങ്ങളുടെ അറിവിലേക്ക് അച്ഛൻ പറയുകയാണ്. നമ്മുടെ നാട് എല്ലാ വീടുകളിലും പ്രായം ചെന്ന ആൾക്കാരെ കൊണ്ട് നിറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? നമ്മുടെ പ്രായം ചെന്ന മാതാപിതാക്കൾക്ക് അവർക്കൊരു രോഗം വന്നു, ആശുപത്രി പോകണം, വല്ലവരുടെ സഹായമാണ് ആവശ്യം വരുന്നത്. മരിച്ചു കഴിഞ്ഞിട്ടാണ് നമ്മൾ അറിയുന്നത്. അപ്പം അതുകൊണ്ട് നിങ്ങൾ പോയാലും തിരിച്ച് നിങ്ങൾ വരാൻ കാരണം അവിടെയാണ് കൂടുതൽ സൗകര്യം നിങ്ങൾക്ക്. പല ആൾക്കാരും മാതാപിതാക്കളെ അങ്ങോട്ട് കൊണ്ടുപോയി തുടങ്ങി. പക്ഷേ ഈ ഒരു അവസ്ഥ അച്ഛൻ പറഞ്ഞത് മാത്രം, സൊല്യൂഷനൊന്നും എനിക്ക് പറയാനായിട്ട് പറ്റുന്നില്ല. കാരണം പല സാഹചര്യങ്ങളാണ് മനുഷ്യനെ അങ്ങനെ ആക്കി തീർക്കുന്നത്. എങ്കിലും വിവേകത്തോടുകൂടെ നിങ്ങൾ പെരുമാറണം. നിങ്ങൾക്ക് ജന്മം കൊടുത്ത് ആയുസ്സും ആരോഗ്യവും ചോരയും നീരും നിങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ച നിങ്ങളുടെ മാതാപിതാക്കൾ അവരുടെ അവസാന കാലഘട്ടത്തിൽ നിങ്ങളുടെ സാന്നിധ്യത്തിന് കൊതിക്കുമ്പോൾ, ആഗ്രഹിച്ചിട്ടും കിട്ടാണ്ട് വരുമ്പോൾ കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ആശ്വസിക്കുന്നതിനേക്കാൾ നിങ്ങളുടെ സാന്നിധ്യം അവർക്ക് കൊടുക്കാൻ സാധിച്ചാൽ നിങ്ങൾ പൊന്നും പണം അവർക്ക് കൊടുക്കുന്നതിനേക്കാൾ ഏറ്റവും വിലപ്പെട്ടതാകും. അതിനാൽ നിങ്ങളെവിടെ പോയാലും നിങ്ങളെ വളർത്തി നിങ്ങളുടെ വേര് എന്ന് പറയുന്ന മാതാപിതാക്കളെ കണക്കിലെടുക്കാനും മനസ്സിലാക്കാനും, അവർക്ക് എന്താണ് എൻ്റെ ജീവിതം കൊണ്ട് എന്ത് നഷ്ടപ്പെടുത്തിയാലും എൻ്റെ മാതാപിതാക്കളെ മറന്ന് ഞാൻ എൻ്റെ ഭാര്യയും എൻ്റെ ഭർത്താവും എൻ്റെ കുട്ടികളായിട്ട് ജീവിച്ചാൽ തമ്പുരാൻ്റെ മുമ്പിൽ എനിക്കെന്ത് വിലയുണ്ടാകും എന്നുകൂടെ ചിന്തിക്കാൻ നിങ്ങൾക്കിത് കാരണമാകട്ടെ.